ഞങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നത്. ഉൽപ്പന്നം ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ഒറ്റ കാരണം കൊണ്ട് ഈ ബിസിനസ്സിലേക്ക് വന്ന ആളൊന്നും കൈവക്കാവോ? വെറുതെ ഒന്ന് കാണാൻ വേണ്ടിട്ടാ. കണ്ടോ താങ്ക് യു. ഇത് തന്നെ ഉപയോഗിച്ച് ഉൽപ്പന്ന റിസൾട്ട് കൊണ്ടാ. ഇത് വെറുതെ പറയുന്നതല്ല. ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി കഴിഞ്ഞാൽ ആരായാലും നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുന്നു. അങ്ങനെ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടാൻ മാത്രം ഇന്ത്യയിലെ ഏറ്റവും ചീഫായിട്ടുള്ള ഏറ്റവും ഉയർന്ന തലകളെ മുഴുവൻ ഈ കമ്പനി അണിനിരത്തി നമ്മുടെ കമ്പനി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ. DBA നാരായണ, നിങ്ങൾ ഗൂഗിളിൽ സൈറ്റിൽ കയറ്, DBA നാരായണ എന്ന് മാത്രം അടിക്കി. ഇന്ത്യയിലെ 14 വർഷമായി ആയുർവേദ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ബ്രെയിനായി നിൽക്കുന്ന DBA നാരായണ. പണ്ട് ഹിന്ദുസ്ഥാൻ ലിവറിലും ഡാബറിലും ഒക്കെ ഒരുപാട് കാലം പ്രവർത്തിച്ച് ഡാബറിനെ ഡാബറാക്കി മാറ്റിയ DBA നാരായണ. അയാളെന്ന് പ്രവർത്തിക്കുന്നത് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗില്ല. എന്തുകൊണ്ട് നമ്മുടെ പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങൾ ചൂടപ്പോലെ വിറ്റുപോകുന്നു? ഒരു കാലത്ത് ഹിന്ദുസ്ഥാൻ ലിവറിനെ ഏറ്റവും വലിയ ബ്രാൻഡ് വാല്യൂ ഉണ്ടാക്കിയ ഉൽപ്പന്നമായിരുന്നു ഫെയർ ആൻഡ് ലവ്ലി. ഫെയർ ആൻഡ് ലവ്ലി കേൾക്കാതെ ആരും ഉണ്ടാവില്ല. ഫെയർ ആൻഡ് ലവ്ലി ഒരു ഉൽപ്പന്നം ഉണ്ടാക്കിയത് KC ഗൗഡർ എന്ന് പറയുന്ന സയന്റിസ്റ്റാ. ആ KC ഗൗഡർ എന്ന് ജോലി ചെയ്യുന്നത് ഹിന്ദുസ്ഥാൻ ലിവർ അല്ല, മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗില്ല. അതുകൊണ്ടാണ് ഫെയർ ആൻഡ് ലവ്ലിയേക്കാൾ മികച്ച ഉൽപ്പന്നമായി നമ്മുടെ ഫെയർനെസ് ക്രീം മാറിയത്. ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയ സാധനം നന്നായി പോയതൊന്നും അല്ല. ഇതിന്റെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും നല്ല ഉൽപ്പന്നം ഉണ്ടാക്കിയില്ല ഏറ്റവും വലിയ ബ്രെയിനുകളെല്ലാം പ്രവർത്തിക്കുന്നത് ഇന്ന് നമ്മുടെ കമ്പനിയിലാണ്. DBA നാരായണ മുതൽ ഇങ്ങോട്ട് KC ഗൗഡൻ വരെയുള്ള ഒരു വലിയ ഗ്രൂപ്പ്. അതുകൊണ്ട് ഉൽപ്പന്നങ്ങളെല്ലാം മികച്ച ക്വാളിറ്റി അത് കീപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് ഒരു തവണ ഉൽപ്പന്നം കൊടുത്തു കഴിഞ്ഞാൽ ആ ഉൽപ്പന്നം നമുക്ക് വേണ്ടി സംസാരിക്കുന്നു. ആളുകൾ ഉൽപ്പന്നം ചോദിച്ച് വീണ്ടും വരുന്നു. ഇത് തന്നെ മൂന്നാമത്തെ പ്ലാൻ. ഇന്ന് ഇഷ്ടംപോലെ കമ്പനികൾ നാട്ടിലുണ്ട്. ആംബെ നിങ്ങൾ എടുത്താവും, ഒരു നല്ല കമ്പനിയാണ്, നല്ല ഉൽപ്പന്നങ്ങളാണ്. പക്ഷേ ഒരു അമേരിക്കൻ കമ്പനി ആയതുകൊണ്ടും അവർക്ക് ഡോളർ റേറ്റ് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിലെ റേറ്റ് അനുസരിച്ച് സാധനങ്ങൾ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടും ഇത്തിരി കോസ്റ്റ്ലിയാണ് പ്രൊഡക്റ്റ്, സാധാരണ ആൾക്ക് അഫോർഡ് ചെയ്യാവുന്നതല്ല. 2 ഇൻകം പ്ലാൻ വെച്ച് നമ്മൾ പ്രവർത്തിക്കുന്ന ബൈനറി പ്ലാൻ അല്ല പ്രവർത്തിക്കുന്നത്, പഴയ പ്ലാനിലാണ്. അതുകൊണ്ട് അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കഴിഞ്ഞ നമ്മുടെ ലീഡർ ഒരു BMW അച്ചീവർ, അയാൾ ഒരു കാർ വാഷ് വേണം. നമ്മുടെ കമ്പനി കാർ വാഷ് ഇല്ല. ആരോ പറഞ്ഞു ആംബയിലെ കാർ വാഷ് നല്ല സൂപ്പർ കാർ വാഷാണ്. അപ്പൊ ആൾ ആംബയിലെ ഷോറൂം കയറിയിട്ട് ഒരു കാർ വാഷ് വാങ്ങി. അവിടെ അവർ ചോദിച്ചു, സാറിന് ID നമ്പർ ഉണ്ടോ? അയാൾ ഒരു ID നമ്പർ ഉണ്ട്, പക്ഷെ അത് ആംബയിലല്ല. അപ്പൊ അവർ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ സാറിന് ആംബയിൽ ID അടിച്ചാൽ പോയത്. അപ്പൊ പുള്ളി പറയണേ, ആംബയിൽ ID അടിച്ച് കഴിഞ്ഞാൽ കാർ വാങ്ങാനാവില്ല, കാർ വാഷ് വാങ്ങാനാവുള്ളൂ. കാർ വാങ്ങണ മൈനായിട്ട് തന്നെ അടിക്കണം. ഞാൻ കുറ്റം പറയാൻ പറഞ്ഞതല്ല, പ്ലാനിന്റെ കുറയുമുണ്ട്, നല്ല പ്രോഡക്റ്റ് ഉണ്ട്, പക്ഷേ കാർ വാങ്ങാൻ നടക്കില്ല, കാർ വാഷ് വാങ്ങാൻ നടക്കും. അത് വാങ്ങാൻ വിൽക്കാൻ പറ്റും. ആംബെ ചെയ്യുന്ന ലീഡേഴ്സിനെ, അതേപോലെ കമ്പനി പ്രവർത്തിക്കുന്ന ലീഡേഴ്സിനെ എത്ര പേർക്ക് നിങ്ങൾക്ക് വില കൂടി കാറുകൾ കാണാൻ കഴിയുന്നുണ്ട് നാട്? ഇവിടെ ഇഷ്ടംപോലെ ഞാൻ കാണിച്ചു തരാം. Audi Q3-യും ബെൻസും BMW-യും അത് നിരന്തരം കാണിക്കാനുണ്ട്. കഴിഞ്ഞ 1, 2, 3 വർഷക്കാലം കൊണ്ട് അത്രയും അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് പ്ലാന്റെ പ്രത്യേകത കൊണ്ടാണ്. ഒരാൾക്ക് നേരിട്ട് 2 പേരെ കൊണ്ടുവരാം, പിന്നീട് കൊണ്ടുവരുന്ന ആളോട് മുഴുവൻ കൊണ്ടുവന്ന ആളെ സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ വരുന്ന ആര് സക്സസ് ആവുകയാണെങ്കിൽ മേലുള്ള ആൾ സക്സസ് ആവും. മേലുള്ള ആൾ എന്ത് ചെയ്യാനും താഴെ ഗുണം കിട്ടും. ഇത്ര നല്ലൊരു പ്ലാൻ വരാനുള്ളത് ബൈനറി പ്ലാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒറ്റയ്ക്ക് സക്സസ് ആകാമില്ല, കൂടെ വന്നവനെ രക്ഷപ്പെടുത്താതെ രക്ഷപ്പെടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. കൂടെ വന്നവൻ രക്ഷപ്പെടുത്തുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെടാത്ത പ്രശ്നം ഉദിക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഇതൊന്ന് നിങ്ങൾ ഇത്തിരി വേഗത്തിൽ ചെയ്തിരുന്നെങ്കിൽ ഈ മലബാറിലെ രാഷ്ട്രീയ കൊലപാതകം നമുക്ക് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. കാസർഗോഡ് 2 ഇന്നലെ വെട്ടിയില്ലേ? ഇവരൊക്കെ എല്ലാം നെറ്റ്വർക്കിലുണ്ടെങ്കിൽ ആരെങ്കിലും തൊടുവോ? മേലുള്ള CPM, ഇപ്പുറത്തെ കോൺഗ്രസ്, ഇത് ലീഗ്, ഇത് BJP, ഇത് RSS, ഇത് LDF എല്ലാം വരട്ടെ. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. കച്ചവടത്തിൽ നമ്മൾ ഒറ്റക്കെട്ടാണ്. പിന്നെ ആരെങ്കിലും അങ്ങോട്ട് തൊടാൻ സംഭവിക്കുമോ? എന്റെ അസോസിയേറ്റ് ലീഡർമാർ എന്നെ തൊടാൻ സംഭവിക്കുമോ? എന്റെ അസോസിയേറ്റ് ലീഡർമാർ തൊടാൻ ഞാൻ സംഭവിക്കുമോ? പ്രിയ സുഹൃത്തുക്കളെ, കേരളത്തിലെ മുഖ്യമന്ത്രിമാർക്കും മാറി വന്ന DGP-മാർക്കും നടക്കാത്തത് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റ് ലീഡേഴ്സ് ചെയ്യും. ഇന്നിലേക്ക് നാളെ ഒരു തുള്ളി ചോരയ്ക്കാൻ സംഭവിക്കില്ല. അതായത് ഈ പ്ലാന്റെ പ്രത്യേകത. ഒരു തുള്ളി ചോരയ്ക്കാൻ നമ്മൾ സംഭവിക്കില്ല. നമ്മുടെ രാഷ്ട്രീയം നമുക്ക് യൂണിയൻ ഉണ്ട്, CIT ഉണ്ട്, AITC ഉണ്ട്, INTC ഉണ്ട്, BMS ഉണ്ട്, HMS ഉണ്ട്, ST ഉണ്ട്. കാണാൻ നിങ്ങൾക്ക് ഇറങ്ങി ഒരുമിച്ച് ഇവിടെ ഫ്ലക്സും വെച്ച് ഒരു ഫോം പൂരിപ്പിച്ചു കൊടുക്കുന്നത്. ഒരു ലീഡറായി തന്നെ 2 യൂണിറ്റ് മെമ്പർഷിപ്പ് ഉണ്ടാവും. നീ BMS ചേർന്നോ, നീ INTC ചേർന്നോ, നീ CIT ചേർന്നോ. എന്തൊരു സഹകരണം! പരസ്പരം വ്യത്യസ്ത ട്രേഡ് യൂണിയനിൽപ്പെട്ട ആളുകളെ സാറേ എന്ന് വിളിക്കുന്നത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി വേറെ എവിടെ കാണുക. അതാണ് ഈ മാർക്കറ്റ്.
നിങ്ങൾക്ക് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ ഓരോ ആളുകളെ കണ്ണികളായി മാറുന്നതാണ് എന്റെ അഭിപ്രായം. ബൈനറി പ്ലാൻ, മാക്സിമം അച്ചീവേഴ്സിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാൻ. എന്റെ കൂടെ വരുന്ന ഏതെങ്കിലും രണ്ടാളുകൾ ആഴ്ചയിൽ 1 ലക്ഷം വാങ്ങിയ പ്രിയ സുഹൃത്തുക്കളെ ആഴ്ചയിൽ 2 ലക്ഷം എനിക്ക്. ഞാൻ എന്ത് ചെയ്താലും ഗുണം എന്റെ കൂടെ ഉള്ളവർക്ക്. അതായി പ്ലാൻ. അതുകൊണ്ട് അച്ചീവേഴ്സ് ഉണ്ടാവുന്നത്. 4ാമത്തത് ലീഡേഴ്സ്. ഈ ഇൻഡസ്ട്രിക്കകത്ത് സമയം നോക്കാതെ പണിയെടുക്കുന്ന ആളുകൾ. പല ആളും പറയേണ്ടതിനകത്ത് ഒരു പണിയില്ല, വെറുതെ നിന്നാ മതി, ആഴ്ചക്കാഴ്ച വരുമാനം കിട്ടും. നടക്കുന്ന കാര്യമില്ല സുഹൃത്തുക്കളെ. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്കകത്ത് പഠിപ്പിക്കുന്നത് നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് വാച്ചിലേക്കും ക്ലോക്കിലേക്കും നോക്കരുത്. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് വാച്ചും ക്ലോക്കും നോക്കിക്കൊണ്ടേയിരിക്കണം. പാഴായി പോകുന്ന സമയത്തിന്റെ വില അറിയാൻ വേണ്ടി. പണിയെടുക്കുന്ന സമയത്ത് ക്ലോക്കും വാച്ചും നോക്കുന്നവരല്ല ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ ആളുകൾ. അവൻ രാവിലെ പുലർച്ചയ്ക്ക് ഏത് പാതിരിക്ക് വീട്ടിൽ കയറി പറയാൻ കഴിയില്ല. അതൊരു ഉള്ളിൽ ഇൻസ്പിറേഷനാണ്. അത് കൂടെയുള്ള ആൾ സക്സസ് ആവാൻ വേണ്ടി നോട്ടാണ്. അവന്റെ സക്സസ് മാത്രമല്ല നോക്കുന്നത്, കൂടെയുള്ള ഓരോ ആളുകളെ സക്സസ് ഉറപ്പുവരുത്തുന്നുണ്ട്. അങ്ങനെ പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം സഹായിക്കുകയും പരസ്പരം പഠിപ്പിക്കുകയും ചെയ്ത് വേറെ ഇൻഡസ്ട്രി കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് ആഴ്ചയിൽ 2-10 ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഒരാഴ്ചയിൽ 2 വാങ്ങിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചില്ല ആഴ്ചയിൽ 2 വാങ്ങിക്കുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾ മലബാർ ഗോൾഡ് പോയി ചോദിക്കും അതിനോടോട് എങ്ങനെ ചിലർ വിജയിപ്പിക്കാൻ ക്ലാസ് തരുമെന്ന്. ഇവിടുത്തെ ഹോട്ടൽ നടത്തുന്നവരോട് ചോദിച്ചു, നല്ല ഹോട്ടൽ നടത്തുന്നവരോട് ഞാൻ ഒരു ഹോട്ടൽ തുടങ്ങാൻ പോവാണ്, ഒന്ന് പഠിപ്പിക്കാമോ എന്ന്. ബേക്കറി നന്നായി നടത്തുന്നവരോട് ചോദിക്കും, ഞാൻ ഒരു ബേക്കറി തുടങ്ങാൻ പോവാണ്, ഒന്ന് പഠിപ്പിക്കാമോ എന്ന്. സുഹൃത്തുക്കളെ, നട്ടപ്പായിരിക്കും ഉറങ്ങാൻ പോകുമ്പോ കോഴിമുട്ടയിൽ കൂടുതൽ കുഴിച്ചുകൊണ്ടിരുന്ന ഷോപ്പിന് മുമ്പിൽ. അതല്ലാതെ പഠിപ്പിക്കുന്ന ഏർപ്പാട് അവിടെ ഇല്ല. ഇവിടെ ഏത് ടീമാണെങ്കിലും പരസ്പരം പഠിപ്പിക്കാണ്. കാരണം സക്സസ് ആകുമ്പോ അത് മൈ ലൈഫ് സ്റ്റൈലിന്റെ അച്ചീവർ ആണ്. അതാർക്കും കാണിച്ചുകൊണ്ട് കാണിക്കാവുന്നതാണ്. അങ്ങനെ കാണിക്കാൻ വേണ്ടി പരസ്പരം സഹായിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇഷ്ടംപോലെ ലീഡേഴ്സിനെ കാണിക്കാനുണ്ട്. ആഴ്ചയിൽ 2,14,000 വരുമാനം വാങ്ങുന്ന 800-ലധികം ആളുകൾ ഈ കമ്പനിയിലുണ്ട്. സുഹൃത്തുക്കളെ, മാസം 50-60 ലക്ഷം വാങ്ങുന്ന ആളുകളെ ഈ ഇൻഡസ്ട്രി കാണിക്കാനുണ്ട്. മാസം 50-60 ലക്ഷം വരുമാനം വാങ്ങുന്ന ആളുകളെ. അത്തരത്തിൽ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന വേറെ ഏത് കമ്പനി ഇവിടെയുണ്ട്? ഈ 4 കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെ യോജിച്ചു വന്നാണ് പ്രിയ സുഹൃത്തുക്കളെ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ വിജയം എന്ന് പറയുന്നത്. 1 കമ്പനി മാനേജ്മെന്റ്, 2 പ്രൊഡക്റ്റ്, 3 പ്ലാന്, 4 ലീഡേഴ്സ്. ഇത് 4ഉം യോജിച്ചു വന്നുകൊണ്ടാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഇത്രയും അച്ചീവ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെ എനിക്ക് പറഞ്ഞു ദീർഘിപ്പിക്കാനില്ല. നിങ്ങൾ ഓരോ ആളുകളും ഈ ഇൻഡസ്ട്രിക്ക് അത് ധൈര്യമായി കടന്നു വരണം. സാധ്യതയില്ലാത്ത ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആരാണോ ക്ഷണിച്ചത് അവരുടെ കയ്യിൽ നിങ്ങൾ പേരും അഡ്രസ്സും ഡീറ്റെയിൽ കൊടുത്ത് ഒരു ഐഡി ക്രിയേറ്റ് ചെയ്യണം. കമ്പനി മാർക്കറ്റ് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ച് നോക്കണം. വാങ്ങി ഉപയോഗിച്ചത് സത്യസന്ധമാണ്, നല്ലതാണ്, ശരിയാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പ്രചാരകരായി നിങ്ങൾ മാറണം. അങ്ങനെ അത് പ്രചാരകരായി നിങ്ങൾ മാറുമ്പോ പ്രിയ സുഹൃത്തുക്കളെ, ഇന്ത്യ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യ രാജ്യത്ത് വിപണനം ചെയ്യുമ്പോൾ നമ്മുടെ കാശ് നമ്മുടെ നാട്ടിലുണ്ടാവും. അങ്ങനെ ഇന്ത്യൻ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഈ നാട്ടിൽ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല അവസരമായി ഉപയോഗിക്കാം. അതോടൊപ്പം ഒരു കച്ചവടക്കാർക്ക് നോക്കി നല്ല സ്വപ്നം കാണാനും നല്ല വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്, കഴിഞ്ഞ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, ഇന്ത്യ രാജ്യത്ത് 119 കോടീശ്വരന്മാരാണ് ഇന്ത്യൻ ബജറ്റിനേക്കാൾ സമ്പത്തുള്ള ആളുകൾ. ആ 119 കോടീശ്വരന്മാരുടെ തോക്കിലൂടെ കാശ് വാങ്ങി ഈ നാട്ടിൽ സാധാരണ കൊടുക്കാനാവില്ല. നമുക്ക് കഴിയുന്നത് മാത്രമേ ഉള്ളൂ. ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകളെ സമാന്തരമായ നിലനിർത്തി നിലവിലെ കച്ചവടത്തിന് സമാന്തര കച്ചവടം അവർ ചെയ്യാം. ആ കച്ചവടത്തിന് ലാഭം ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യാം. അങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് നിൽക്കും വരാൻ പോകുന്ന കാലത്ത് ഈ നാടിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മൾക്ക് വേണ്ടി ചെയ്യാനേറെയുണ്ട്. അതിന് ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് സഹായകരമാകുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. ഈ കഴിഞ്ഞ 2015 ഈ ഓപ്പർച്യൂണിറ്റി കടന്നു വന്ന് ആഴ്ചയിൽ 1000 പോലും ആഴ്ചയില്ലാതെ ബിസിനസ്സിലേക്ക് വന്ന് ഞാൻ തുടങ്ങിയ സമയം മുതൽ ഫുൾ ടൈമായി ഈ ബിസിനസ് ചെയ്യാൻ തുടങ്ങി. 2014 സെപ്റ്റംബർ മാസം ആയപ്പോ 1 വർഷം കംപ്ലീറ്റ് ചെയ്ത സമയത്ത് പ്രിയ സുഹൃത്തുക്കളെ ആഴ്ചയിൽ 2 ലക്ഷം രൂപ എന്റെ കയ്യിൽ കിട്ടാൻ തുടങ്ങി. ഇന്ന് എന്റെ ഭാര്യയുടെ കയ്യിൽ 2ാമത്തെ ഐഡി നോക്കേണ്ടിയിരുന്നു. ഈ കഴിഞ്ഞ 18-ാം തീയതി ജനുവരി മാസം 18-ാം തീയതി കംപ്ലീറ്റ് ചെയ്തു. ഫെബ്രുവരി മാസം 18-ാം തീയതി കംപ്ലീറ്റ് ചെയ്തപ്പോ ആ 2ാമത്തെ ഐഡിയും ആഴ്ചയിൽ 2 ലക്ഷം രൂപ ടച്ച് ചെയ്യാൻ എനിക്ക് കഴിയുന്നുണ്ട് എന്ന് പറയാൻ 2 ഐഡിയിൽ 2 മാസം കിട്ടിയത്. വരുന്ന ആളുകൾ പക്ഷേ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എന്റെ 3ാമത്തെ ഐഡിയിൽ 2 മാസം കിട്ടിയെന്ന് പറയാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം കഴിയുമ്പോ ഒരു മാസം 25,20,000 രൂപയ്ക്ക് ഒരു കളിയിൽ നിന്ന് വാങ്ങാൻ കഴിയുന്നത് എനിക്ക് ഉറപ്പുള്ള ഇൻഡസ്ട്രി. ധൈര്യമായി നിന്ന് കടന്നു വേണം. പറഞ്ഞ് തിരിപ്പിക്കുന്നില്ല. വിജയിക്കാൻ തീരുമാനിച്ച ആളുകൾക്ക് പ്രവർത്തിക്കാൻ മനസ്സിലെങ്കിൽ വിജയിക്കാൻ നല്ല ഒരു പ്ലാറ്റ്ഫോമായി കാണുന്ന മാത്രം ലഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഒരു പ്രസന്റേഷൻ വളരെ മനോഹരമായി കൈകാര്യം ചെയ്ത നമ്മുടെ സാറിന്, ശ്രീ സാറിന്, ഈ പ്രോഗ്രാം കൺട്രോൾ ചെയ്ത സാറിന്
എക്സ്പീരിയൻസ് ചെയ്ത ഓരോ ലീഡേഴ്സും അതുപോലെ ഞങ്ങൾ ഓരോരുത്തരെയും ക്ഷണരസിക്കാതെ ഇത്രയും സമയം ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്ത് എല്ലാവർക്കും കൃത്യമായി നന്ദി പറഞ്ഞുകൊണ്ട് വിജയാശംസകൾ പറഞ്ഞുകൊണ്ട് ഈ പ്രസന്റേഷൻ അവസാനിച്ചായിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.